ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഓണമൊക്കെ കഴിഞ്ഞിട്ടില്ല, തൊട്ടടുത്തുള്ള ദിവസത്തെ ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തിരുവോണമൊക്കെ കഴിഞ്ഞു, അവിട്ടം ആയി. അപ്പോൾ അന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. എനിക്ക് നല്ല കോൾഡായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പതുപോലെ നമ്മുടെ നോർമൽ റൂട്ടീൻ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് മാറി തുടങ്ങി കേട്ടോ, ചൂടൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തണുപ്പായിരിക്കും വരുന്നത്. അപ്പോൾ ക്ലൈമറ്റിനൊക്കെ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാവർക്കും പനി ജലദോഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓണത്തിന് എൻ്റെ ബ്രദറിലോ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിട്ടത്തിൻ്റെ അന്നാണ് കേട്ടോ പിന്നെ തിരിച്ച് പോകുന്നത്. അപ്പോൾ അന്ന് ഈവനിങ്ങിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ആളെ ടാക്സി കയറ്റി വിടാനായിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം ഞങ്ങൾ തൊട്ടടുത്തിട്ടുള്ളൊരു ഷോപ്പിൽ പോയതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. കുറേ നൈറ്റ് ഡ്രസ്സസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരെണ്ണം എടുത്തു കേട്ടോ. നമ്മുടെ പാൻറ്റ്, ഒരു ഷോർട്ട്സ്, ടീഷർട്ട് അങ്ങനെ വരുന്ന കോംബോ ആയിട്ടായിരുന്നു അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആയിരുന്നു, നമുക്ക് ചൂടൊന്നും ആവാത്ത രീതിയിലുള്ള നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ബ്ലൂ ഇഷ്ടപ്പെട്ടിട്ട് ഞാനതെടുത്തു. അപ്പോൾ ആൾ പറഞ്ഞു വേറൊരെണ്ണം കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാനും ഞാൻ പറഞ്ഞു. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. നമ്മളൊന്നും മിണ്ടാതെ നിന്നിട്ട് നമ്മുടെ പാർട്ട്ണർ നമുക്ക് എന്തെങ്കിലും സെലക്ട് ചെയ്ത് തരുന്നത് അതൊരു രസമുള്ള കാര്യമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആളെടുത്തതാണിത്. ഫുള്ള് സ്ട്രോബെറി അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഡിസൈൻ വരുന്ന സെറ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതും എടുത്തു. പിന്നെ കുറേ കുർത്തീസ്, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ് അതിനൊക്കെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പിന് നിയർ ബൈ ആയിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഞാൻ വരുന്നതിന് മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അറിയാവുന്നത് കൊണ്ട് ജസ്റ്റ് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വന്നപ്പോൾ നല്ല കടയായിരുന്നു കേട്ടോ, നല്ല ഷോപ്പായിരുന്നു. അതുപോലെ കുറേ ബെഡ്ഷീറ്റിനൊക്കെ കിങ് സൈസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നോക്കി, പിന്നെ 1-2 ബെഡ്ഷീറ്റ് വാങ്ങി. ബ്ലാങ്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ അത് വാങ്ങിയിട്ടില്ല. പക്ഷേ എനിക്ക് ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല പേസ്റ്റൽ കളറിലുള്ള ബെഡ്ഷീറ്റ് നോക്കിയിട്ടെടുത്തു. പിന്നെ എന്താ പറയുക, പിന്നെ ഇവിടുത്തെ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. അവർ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് തരാനും നല്ലത് നമുക്ക് പറഞ്ഞു തരാനും ഒക്കെ മൊത്തത്തിൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ ഇത്രയില്ല. നമ്മൾ പൊതുവെ ലുലുവിലും നെസ്റ്റോയിലും ഒക്കെയാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നത്. കൂടുതലും ലുലു ആണ്. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെജിറ്റബിൾസ്, ഡ്രസ്സ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനമൊക്കെ നോക്കി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ബ്ലാങ്കറ്റിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഓഫർ കണ്ടിട്ട് ജസ്റ്റ് നോക്കി, പക്ഷേ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു മഗ് കണ്ടപ്പോൾ ഹസ്ബൻഡിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ 2 മഗ് എടുത്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നോക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കപ്പിൾസിനായിട്ടുള്ള മഗ്ഗില്ലേ അതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ഇത് 2 അല്ല കേട്ടോ എടുത്തത്. നോക്കിയിട്ട് ഇതാകുമ്പോൾ നമ്മൾ ഹസ്ബൻഡ്, വൈഫിന് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. അപ്പം 2 പേർക്കും വേണ്ടിയിട്ട് ഉള്ളതെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി 2 എടുത്തു കേട്ടോ. അങ്ങനെ ഇത് 2 ഫൈനലൈസ് ചെയ്തിട്ടോ. അങ്ങനെ അതും വാങ്ങി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ പമ്പ് ചെയ്യില്ലേ, അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമ്മൾ പ്രസ് ചെയ്യുമ്പം വാട്ടർ വരുന്ന രീതിയിലുള്ളതാണ്. ഇതാകുമ്പോൾ നമ്മൾ ചാർജ് ചെയ്താലും മതി, ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വരില്ലേ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരെണ്ണം വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ മേടിക്കേണ്ടെന്ന് പറഞ്ഞ് പെൻഡിങ്ങിൽ വെച്ചിരുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ നമ്മളത് വാങ്ങിയിട്ടോ, ഒരെണ്ണം അത് വാങ്ങി. പിന്നെ കുറേ ഫ്ലാസ്ക് സാധനങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ അതൊന്നും വാങ്ങാനായിട്ട് നോക്കാത്തത് കൊണ്ട് അതൊന്നും പിന്നെ നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം അല്ലാതുള്ള ക്രോക്കറി ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ കണ്ടപ്പോൾ ചുമ്മാ ഷൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊന്നും നമ്മളിപ്പോൾ എടുത്തിട്ടില്ല, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ.
പിന്നെ ജെൻസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, ടീഷർട്ട്, ഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിലൊരു ഒരു ലെമൺ ഗ്രീൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡില്ലേ, ആക്ച്വൽ ഷെയ്ഡ് അതാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ഷർട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് പൊതുവേ അങ്ങനത്തെ ഹാഫ് സ്ലീവ് വരുന്ന ഷർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഷർട്ട് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനമൊക്കെ വാങ്ങി നമ്മൾ നേരെ പുറത്തിറങ്ങി. അപ്പോൾ പിന്നെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ രാത്രിയായി കേട്ടോ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ വന്നപ്പോൾ. നമ്മൾ രാത്രിയിൽ വന്നപ്പോൾ ഞാൻ തിരുവോണത്തിൻ്റെ തലേ ദിവസം ഇവിടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പാലട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേറൊരു കൺട്രിയിലുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് നമുക്കും തന്നതാണ്. സംഭവം നമ്മുടെ സേമിയാണ്, അത് ഗീയും ഷുഗറും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ഏതോ ഒരു ഡിഷാണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ പിന്നെ അത് നമ്മൾ കഴിച്ചു. പിന്നെ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ എല്ലാവരുമായിട്ടൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, കേരളീയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആയതാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്തല്ല, കുറച്ചൊരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടുമായിട്ടാണ് കേട്ടോ പോയത്. ഇത് നമ്മുടെ ഇവിടെ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു മോസ്കാണ്. പിന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. So I'd really like to, first of all, congratulate Brian for taking over the CEO of this group, and the leading CEO, Dr. Stewart, who has done phenomenal, job for this organization, and he definitely deserves a clap from all of you. So, and it's also has been my privilege, and I think this is one of the opportunity to tell you that I came. അപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചതിലും നിറയെ ആളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. സ്റ്റാഫ്സിൻ്റെ ഫാമിലി എല്ലാവരുമായിട്ടുള്ളൊരു ഫങ്ഷനായിരുന്നു. പിന്നെ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. നല്ല പ്രോഗ്രാംസ് ആയിരുന്നു, നല്ല രീതിക്ക് അവർ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവാതിര, സെമി ക്ലാസിക്കൽ ഡാൻസ്, ഫ്യൂഷൻ ഡാൻസ്, അങ്ങനെ കുറേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സൊക്കെ വെച്ചിട്ടുള്ള ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇല്ലുമിനാട്ടി സോങ്, അങ്ങനെ കുറേ അഴകിയ ലൈല, അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള, ഫേമസ് എന്നല്ലല്ലോ ഇപ്പോൾ പറയേണ്ടത്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സൊക്കെ വെച്ചിട്ടുള്ള കുറേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഞാനത് ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓണപ്പാട്ടുണ്ടായിരുന്നു, പിന്നെ കുഞ്ഞുങ്ങളുടെ ഡാൻസ്, ഗെയിംസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ മലയാളി മങ്ക കോമ്പറ്റീഷൻ, എല്ലാം ഫുള്ളി എന്താ പറയുക, നല്ലൊരു പ്രോഗ്രാമായിരുന്നു. നല്ല രീതിക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ പ്രോഗ്രാംസ് ആയിരുന്നു എല്ലാം. അങ്ങനെ ഓണം സെലിബ്രേഷനൊക്കെ ഇങ്ങനെ വളരെ നല്ലതായിട്ട് നടന്നു. ഇനിയും നമുക്ക് 1-2 ഓണം സെലിബ്രേഷൻസ് ഇനിയും വരാനായിട്ടുണ്ട് കേട്ടോ, വരുന്ന വീക്കിലൊക്കെ. അപ്പോൾ ഇത് ആളുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഓണം സെലിബ്രേഷൻ വീഡിയോ ആയിരുന്നു. പിന്നെ ആളുടെ ഫ്രണ്ട്സ്, ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഓണം സെലിബ്രേഷനായിരുന്നു. പിന്നെ ഇത് ബോയ്സിൻ്റെ എന്താ പറയുക, ഒപ്പനയായിരുന്നു. ആദ്യം ഇത് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ കോളേജിലൊക്കെ കാണുന്ന രീതിക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നായിരുന്നു വിചാരിച്ചത്, ഫണ്ണായിട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇതും ഫണ്ണാണ്, പക്ഷെ അവർ നല്ലതായിട്ടാണ് കേട്ടോ അത് പ്ലേ ചെയ്തത്. പിന്നെ എന്താ പറയുക, പിന്നെ ഓണപ്പാട്ട്, പിന്നെ അല്ലാതുള്ള സിനിമയിലൊക്കെയുള്ള സോങ്സൊക്കെ പാടുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ആയിരുന്നു. നാട്ടിലും നമ്മൾ ഓണം സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ഇവിടത്തേതുമായിട്ട് നോക്കുമ്പം നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കുറച്ചും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു രീതിക്കായിരിക്കും നടക്കുന്നത്. അതിപ്പോൾ ഗെയിംസ് ആണെങ്കിലും എല്ലാം നാട്ടിലങ്ങനെ കോർഡിനേറ്റ് ചെയ്യില്ല എന്നല്ല, പക്ഷെ എന്നാലൊരു ഓണത്തിൻ്റെ വൈബ് എപ്പോഴും നാട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല രീതിക്ക് തന്നെ എന്താ പറയുക എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ എല്ലാ ഓണത്തിനും ഒരു പനി വന്നു പോകും. അതെല്ലാ വട്ടവും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഈ വട്ടവും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോഴും ആ ഒരു പനി റിക്കവർ ആയിട്ടില്ല എനിക്ക്. നല്ല രീതിക്ക് പനി എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ വോയിസ് ഓവർ മേ ബി ഒരു എന്താ പറയുക ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തേക്കാം. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഒരു ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇത് ഗ്രൂപ്പ് സോങ് ആണ് കേട്ടോ. ഇവരെല്ലാവരും തന്നെ സ്റ്റാഫ്സാണ്. പിന്നെ എന്താ പറയുക, പിന്നെ കുഞ്ഞു മക്കളുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അവരിപ്പോൾ ഡാൻസ് കളിക്കുന്ന തെറ്റിയാലും നമുക്ക് കാണാനിരിക്കുന്നവർക്ക് രസമാണ്, ഇഷ്ടപ്പെടും. ആ ഒരു പ്രായമല്ലേ ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ലൈറ്റിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ല രസമായിരുന്നു മൊത്തത്തിൽ കാണാനായിട്ട്. പിന്നെ ഇതായിരുന്നു കേട്ടോ നമ്മൾ റെഡിയായ ലുക്ക് എന്ന് പറയുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ആണ്. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ആളുടെ വൈഫും കുഞ്ഞുമാണുള്ളത്. ഇവരെയും ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ കാണുന്നത്. പരിചയപ്പെട്ടു, നല്ല ഫ്രണ്ട്ലി ആയി. പിന്നെ ഇവർ കൂടെയുള്ള ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. നമ്മൾ പിന്നെ നേരെ റൂമിലേക്ക് പോവാണ്. ഒരു 9:30 10 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിലേക്ക് പോയി. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.